നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലീഗിന്റെ മൊഞ്ച് കണ്ട് വെള്ളമിറക്കാൻ ചെന്ന CPM ഇപ്പോൾ ഇന്ദുലേഖയെ കിട്ടിയില്ലെങ്കിൽ തോഴിയെ എങ്കിലും മതി എന്ന സൂരി നമ്പൂതിരിപ്പാടിന്റെ അവസ്ഥയിലാണ്. വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചാണ് മതേതരത്വത്തിന്റെ അപ്പോസ്തലരെന്ന് പറയുന്ന പാർട്ടി പച്ചയ്ക്ക് വർഗീയതയെ താലോലിക്കുന്നത്. EMS മുതൽ VS വരെയുള്ള കാലത്ത് ഭൂരിപക്ഷ വർഗീയതയെ പുണർന്നിരുന്ന പാർട്ടി മുസ്ലിം മതവിഭാഗത്തിന്റെ ജനസംഖ്യ വർദ്ധിപ്പിച്ചത് മനസ്സിലാക്കിയും ശബരിമല സമരത്തോടെ BJP വളർന്നു വരുമെന്ന് തിരിച്ചറിഞ്ഞുമാണ് പുതിയ അടവു നയം സ്വീകരിച്ചിരിക്കുന്നത്. ലീഗിനെ മുന്നണിയിലെടുക്കണമെന്ന ബദൽ രേഖ കൊണ്ടുവന്നതിനാണ് MV രാഘവനെ CPM പുറത്താക്കിയത്. അതേ പാർട്ടി 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ബദൽ രേഖ പൊടിതട്ടിയെടുക്കേണ്ടി വന്നു എന്നത് MV രാഘവന്റെ ദീർഘവീക്ഷണം കൊണ്ടാണ്. ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്താദ്യം സമരം നടത്തിയത് EMSന്റെ നേതൃത്വത്തിൽ CPM ആയിരുന്നു. കോഴിക്കോട് കടപ്പുറത്ത് ഉൾപ്പെടെ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. 2-3 വിവാഹം കഴിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നായിരുന്നു EMS അന്ന് പറഞ്ഞത്. അതിന് മറുപടിയായി 2-3 കെട്ടും EMSന്റെ ഓളയും കെട്ടും എന്ന മുദ്രാവാക്യമാണ് ലീഗുകാർ മുഴക്കിയത്. അതിനു മുൻപ് 1967 ലീഗുമായി ചേർന്ന സപ്തകക്ഷി മുന്നണിയുണ്ടാക്കി മുഖ്യമന്ത്രിയായ EMS ആണ് പിന്നീട് മലക്കം മറിഞ്ഞത്. 1990 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ല ഒഴികെ എല്ലായിടത്തും UDF പരാജയപ്പെട്ടു. അന്ന് EK നയനാരാണ് മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 കൊല്ലം കൂടി ബാക്കിയുണ്ടായിരുന്നു. ഇടത് സർക്കാരിന് തുടർഭരണം കിട്ടുമെന്ന് ഉറപ്പായതോടെ കോൺഗ്രസിനെ പഴിചാരി ലീഗ് മുന്നണി വിട്ടു. അവർ ഇടതുമുന്നണിയിൽ ചേരാൻ തീരുമാനിച്ചു. അതിനിടെ നയനാർ സർക്കാർ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചു. ഇടതുമുന്നണി പ്രവേശനത്തിന് മുന്നോടിയായി വിശദീകരണം നടത്താനായി യൂത്ത് ലീഗ് നേതാവായിരുന്ന MK മുനീർ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നടത്തി. അത് തലസ്ഥാനത്തെത്തും മുൻപ് ലീഗ് വർഗീയ പാർട്ടിയാണെന്നും അവരെ ഇടതുമുന്നണിയിൽ എടുക്കില്ലെന്നും EMS വെടിപൊട്ടിച്ചു. അങ്ങനെ ലീഗ് വീണ്ടും കോൺഗ്രസിനൊപ്പം പോയി. നിലവിൽ കോൺഗ്രസിനൊപ്പം തുടരുന്നതിൽ ലീഗിലെ പലർക്കും അതൃപ്തി ഉണ്ടെങ്കിലും മറ്റ് മാർഗങ്ങളില്ലാത്തതിനാൽ തൽസ്ഥിതി തുടരുന്നു എന്ന് മാത്രം. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടെ വർഗീയതയുടെ എല്ലാ കിരീടവും ഇപ്പോൾ ചൂടുന്നത് SDPI ആണ്. സ്വന്തം നേതാവായ ഷാനെ ആലപ്പുഴയിൽ RSSകാർ കൊലപ്പെടുത്തിയപ്പോൾ വിലാപയാത്രക്കിടെ ഇത് അഭിമാന നിമിഷമാണെന്ന് പ്രതികരിച്ച നേതാവിന്റെ വീഡിയോ വൈറലായിരുന്നു. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ഇക്കൂട്ടർ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. കൈവെട്ടി കേസിലെ പ്രതി സവാദിനെ ഒളിവിൽ പാർപ്പിക്കുക മാത്രമല്ല, അയാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് രഹസ്യമായി പാർപ്പിക്കുകയും ചെയ്തത് SDPIക്കാരാണ്. മതത്തിന്റെ പേരിൽ യുവാക്കളെ സംഘടിപ്പിച്ച് തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന SDPI തീവ്ര സംഘടനയാണെന്ന് കേരള ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു. തങ്ങൾക്കെതിരെ വിധി പറയുന്ന ജഡ്ജിമാരെ ഭീഷണിപ്പെടുത്തുക, തെറി വിളിക്കുക ഇത്യാദി പ്രാകൃത രീതികളും ഇവരുടെ ശൈലിയാണ്. സംസ്ഥാനത്ത് പലയിടത്തും ഇവരുടെ സാന്നിധ്യം സജീവവുമാണ്. പൂഞ്ഞാറിലും ഈരാറ്റുപേട്ടയിലും ഇവർ ഉണ്ടാക്കുന്ന അരാഷ്ട്രീയത ചെറുതല്ല. ഈരാറ്റുപേട്ട നഗരസഭ ഭരിക്കുന്നത് ഇവരാണ്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കുറെ ചെറുപ്പക്കാർ അവിടെ ഒരു ക്രൈസ്തവ പുരോഹിതനെ ബൈക്കിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് വലിയ വിവാദമായിരുന്നു. ആ ചെറുപ്പക്കാരെല്ലാം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി പറഞ്ഞപ്പോൾ അതിനെതിരെ ഉറഞ്ഞു തുള്ളാൻ മതപണ്ഡിതരും ചന്ദ്രിക ഒഴികെയുള്ള മുസ്ലിം പത്രങ്ങളും രംഗത്തെത്തി. വൈദികനോട് ചെയ്തത് തെറ്റാണെന്നും അത് തിരുത്താൻ തയ്യാറാകണമെന്നും ഇവരാരും ആ ചെറുപ്പക്കാരോട് ആവശ്യപ്പെട്ടില്ല. SDPI ആണ് ഇവർക്ക് വെള്ളവും വളവും നൽകുന്നത്. SDPIയുടെ വോട്ട് ബാങ്ക് ശക്തമാണ്. നേതൃത്വം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതുപോലെ പാലിച്ചിരിക്കും. അതുകൊണ്ടാണ് ഇടതും വലതും ഇവരുമായി രഹസ്യ സഖ്യം ഉണ്ടാക്കുന്നത്. ചില പഞ്ചായത്തുകൾ ഭരിക്കാൻ ഇരു മുന്നണികൾക്കും ഇവരുടെ പിന്തുണ വേണം. അതുകൊണ്ട് പലതിനോടും ഇവർ കണ്ണടയ്ക്കും. SFI നേതാവ് അഭിമന്യുവിന്റെ കൊലപാതകത്തിലും അതുണ്ടായി. കേസ് സംബന്ധിച്ച രേഖകൾ പോലും കാണാനില്ലാത്ത സ്ഥിതി അല്ലാതെ എങ്ങനെ ഉണ്ടാവാനാണ്? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇരു മുന്നണികളെയും വല വീശി പിടിക്കാൻ SDPI രംഗത്തെത്തിയിട്ടുണ്ട്. CAA സമരവുമായി രംഗത്തുള്ള CPM ഇവരുടെ വോട്ട് വാങ്ങാനുള്ള ചരടുവലികൾ നടത്തുന്നതായാണ് സൂചന. കഴിഞ്ഞ ദിവസം SDPI കോഴിക്കോട് സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ CPM നേതാവും സ്ഥാനാർത്ഥിയുമായ എളമരം കരീം, കുഞ്ഞിക്കണ്ണൻ എന്നിവർ പങ്കെടുത്തു. കാലിക്കറ്റ് സർവകലാശാല യുവജനോത്സവത്തിന്
വിരാസത്ത് എന്ന പേരിട്ടതിന് SFIക്കാരോട് കലിപ്പ് കാണിച്ചയാളാണ് എളമരം കരീം. വീര സവർക്കറുമായി ബന്ധമുള്ള പേരിട്ടത് എന്തിനെന്ന് പറഞ്ഞായിരുന്നു അധിക്ഷേപം. വിരാസത്ത് എന്ന ഹിന്ദി വാക്കിനർത്ഥം പൈതൃകം എന്നാണ്. അതുപോലും ചോദിച്ചറിയാനുള്ള വിവേകം കാണിക്കാത്ത കരീമാണ് SDP എന്ന വർഗീയ കൂടാരത്തിൽ ഇഫ്താറിന് പോയത്. എന്നിട്ട് RSSന്റെയും BJPയെയും കുറ്റം പറയും. അതുപോലെ ഏതെങ്കിലും ക്ഷേത്രത്തിലെ ചടങ്ങിലോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചടങ്ങിലോ ഇവർ പങ്കെടുക്കുകയുമില്ല. ഇതാണ് വർഗീയതയുടെ പുതിയ മുഖം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.